സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. കേസ് ജനുവരി 15 മാറ്റിവെച്ചു. കേസ് പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് കോടതി വ്യക്തമാക്കി. മകന്റെ മോചനം വേഗത്തിലാക്കാൻ വേണ്ട നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്ന് റഹീമിന്റെ മാതാവ് പറഞ്ഞു. ചായൊക്കെ തേടി എല്ലാവരും സാധനം കിട്ടിയില്ല. ഓനിതാ വരുന്നേ പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. ഇന്നിപ്പോ എന്തായാലും വരും. അതാ കിട്ടും കൊടുത്തും എന്ന് അറിയിട്ടല്ലേ. ഇങ്ങനെ വരുമ്പോ നീട്ടിക്കൊണ്ടോ ഇനി നീട്ടാതെ ഒന്ന് കാട്ടി തരുമോ, അല്ലെങ്കിൽ ഇന്ന് അവിടെ കൊണ്ടിട്ട് കുട്ടി അങ്ങോട്ട് എത്തിച്ചു തരുമോ? എനിക്ക് എന്റെ മോനെ കിട്ടണം, കാണണം, ഒക്കെ എത്ര വരാനുള്ളൂ. അതിനെന്താ വേണ്ടി വെച്ചാൽ നിശ്ചയമുള്ളവർ നിങ്ങൾ ആരെ പറഞ്ഞിട്ട് ചെയ്യിച്ചേ. എനിക്ക് എന്റെ കുട്ടീനെ കാണാൻ വർത്താൻ എനിക്ക് പറയാനുള്ളൂ. ഇത്തിരി വേഗത്തിന്റെ കുട്ടീന്റെ കടയിൽ നമുക്ക് എത്തണം. എത്തൂലാത്തിരാനായിട്ടാണ് ഞാൻ ഇവിടെ പോയത്. എങ്ങനെയൊക്കെ ഞാൻ അവിടെ പോയത് എത്തി നിൽക്കും പഠിച്ചവനക്ക് അറിയുള്ളൂ. കോടതി വിവരങ്ങളുമായി അഫ്താബ് റഹ്മാനും നാട്ടിൽ നിന്ന് ഫൈസലും ചേരുന്നുണ്ട്. ആദ്യം അഫ്താബിലേക്ക്. അഫ്താബ്, കോടതി നടപടികളിൽ ഇന്ന് എന്താണ് സംഭവിച്ചത്? ഇന്ന് പരിഗണിച്ചില്ലേ? ഇതൊരു സാധാരണ രീതിയാണോ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതി രാവിലെ ഈ കേസ് പരിഗണിച്ചിരുന്നു. പരിഗണിച്ച ഉടനെ തന്നെ അതിൽ വാദം തുടങ്ങുകയും പിന്നീട് വിശദമായ വാദം കേൾക്കലിനും ഒപ്പം തന്നെ കൂടുതൽ പഠിക്കാനുമായിട്ട് മാറ്റിവെച്ചു എന്നുള്ളതാണ് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചിട്ടുള്ളത്. ജനുവരി 15 രാവിലെ 8 മണിയിലേക്കാണ് ഇപ്പോൾ ഈ കേസ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇത് 4ാം തവണയാണ് ഈ കേസ് മാറ്റിവെച്ചത്. ഏറ്റവും അവസാനം ഒടുവിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ട മാറ്റിവെക്കൽ തികച്ചും സാങ്കേതികമായിരുന്നു. അതായത് ആ ദിവസത്തെ മുഴുവൻ കേസുകളും മാറ്റിവെച്ചിരുന്നു. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്, നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് റഹീമിന്റെ വധശിക്ഷ നേരത്തെ തന്നെ കോടതി റദ്ദ് ചെയ്തിരുന്നു. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്, നിലവിൽ വധശിക്ഷയാണ് റദ്ദ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ കൊലപാതകത്തിൽ ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ നിലവിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. പക്ഷെ കുടുംബം മാപ്പ് നൽകിയതുകൊണ്ട് ഇതിൽ വധശിക്ഷ ഒഴിവായി എന്നുള്ളതാണ് നിലവിലുള്ള ചിത്രം. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് വധശിക്ഷ ഒഴിവായെങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് ഈ വധശിക്ഷ ഒഴിവായാൽ ബാക്കിയുള്ള ശിക്ഷ എന്ത് എന്നുള്ളതാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ നിലവിൽ അദ്ദേഹത്തിന് സൗദിയിലെ നിയമം അനുസരിച്ച് ലഭിക്കാവുന്ന പരമാവധി തടവ് കാലാവധി അദ്ദേഹം നിലവിൽ തന്നെ വിചാരണ തടവിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ നിലക്ക് ഇനി വരാനിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ മോചന ഉത്തരവ് ഇറങ്ങുക എന്നുള്ളതാണ്. അതിന് മുന്നോടിയായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ശിക്ഷ എന്ത്, വധശിക്ഷ ഒഴിവായ സാഹചര്യത്തിൽ ഇനി ഇദ്ദേഹത്തിന്റെ ശിക്ഷ എന്ത് എന്നതിൽ വ്യക്തത വരണം. അതിൽ കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. മറ്റൊരു കാര്യം, ഈ കേസ് എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാവരും തന്നെ ഒരു പക്ഷേ ഉറ്റുനോക്കിയ ഒരു കേസായിരുന്നു. അദ്ദേഹത്തെ നിരപരാധി എന്നുള്ള രൂപത്തിൽ തന്നെ ക്യാമ്പയിൻ നടക്കുകയും പണം പിരിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആ ധനസഹായം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് വെച്ചാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുതീർപ്പ് മാത്രമാണിത്. അതായത് സ്വകാര്യ വ്യക്തികൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് ഇതിൽ എതിർപ്പൊന്നുമില്ല. അദ്ദേഹത്തെ മോചിതനാക്കുന്നതിനോ ഒപ്പം തന്നെ വധശിക്ഷ ഒഴിവാക്കുന്നതിനോ എതിർപ്പില്ല എന്നുള്ളതാണ് നിലവിലുള്ള ഭാഗം. അതേസമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊതുസുരക്ഷയുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അതായത് ഒരു രാജ്യത്തെ ഒരു പൗരനെ വധിച്ച കേസാണ്. അതിപ്പോൾ വിദേശിയായാലും സ്വദേശിയായാലും സൗദിയിലെ നിയമം അനുസരിച്ച് ഗവൺമെന്റ് അതിന്റെ എല്ലാ ചട്ടങ്ങളും നോക്കി മാത്രമായിരിക്കും ഇദ്ദേഹത്തിന് മോചനം നൽകുക. എന്നാൽ ഈ മുമ്പ് തന്നെ സൗദിയിൽ നടന്ന മറ്റൊരു കേസിൽ കുടുംബം മാപ്പ് നൽകിയിട്ടും അദ്ദേഹത്തിന്റെ ഭരണകൂടം മാപ്പ് നൽകാതെ വധശിക്ഷ നടപ്പാക്കിയ സാഹചര്യങ്ങൾ സൗദിയിലുണ്ട്. അതായത് കൊലപാതകത്തിന്റെ രീതി, കൊലപാതകം ചെയ്ത രൂപം ഒപ്പം തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഇതെല്ലാം ആധാരമാക്കിയാണ് സർക്കാർ ആ തരത്തിൽ തീരുമാനമെടുക്കുക. റഹീമിന്റെ കാര്യത്തിൽ നിലവിൽ തന്നെ കോടതി വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടെന്നത് അനുകൂലമായിട്ടുള്ള ഘടകമാണ്. എങ്കിൽ പോലും ഇതിൽ പബ്ലിക് പ്രോസിക്യൂഷന്റെ നിലപാട്, അതായത് ഭരണകൂടത്തിന്റെ നിലപാട് ഇതിൽ നിർണായകമാണ്. പബ്ലിക് പ്രോസിക്യൂഷൻ ഈ ഒരു ഘട്ടത്തിൽ, നിലവിലെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് വീണ്ടും വധശിക്ഷ വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിന് ശിക്ഷ വേണമെന്നുള്ള നിലപാടിൽ പബ്ലിക് പ്രോസിക്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശിക്ഷ ഇനി പക്ഷേ തടവ് കാലാവധി ആയിരിക്കും. അത് എത്ര പരമാവധി നൽകിയാൽ പോലും റഹീം നിലവിൽ തന്നെ ആ കാലാവധി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന് മോചനം ഉണ്ടാകും. എങ്കിൽ കൂടിയും ക്ലിയർ ആയിട്ടുള്ള കാര്യം, അത്തരത്തിലുള്ള നടപടികളുണ്ട്. അതിനുള്ള കാലതാമസവും ഈ കേസിൽ എടുക്കും എന്നുള്ളതാണ്.